بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയനായ അധ്യക്ഷൻ നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയ മമ്മൻകുട്ടി സാഹിബ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലബാർ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു അലി മുസ്ലിയാർ എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. മലബാർ സമരത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന വ്യക്തിത്വമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ അത് ശക്തിപ്പെടുത്തുന്നതിൽ, അതിനെ ജനകീയമാക്കുന്നതിൽ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്കുള്ള പ്രസക്തി എന്താണെന്ന് ചരിത്രമൊരാവർത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഖിലാഫത്ത് മൂവ്മെന്റ്, ഖിലാഫത്ത് പ്രസ്ഥാനം നിലനിന്നിരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. തുർക്കി ഖിലാഫത്ത്, ഒട്ടോമൻ സാമ്രാജ്യം, ഉസ്മാനിയ ഖിലാഫത്ത് പറഞ്ഞ സമയം അതിന്റെ തകർച്ചയിൽ ബ്രിട്ടീഷ് എംപയറിന്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വലിയ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയ ലോകത്ത് മുസ്ലിം സമൂഹം ഒന്നടങ്കം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞൊരു സന്ദർഭമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഗൂഢാലോചനയുടെ ഫലമായി തുർക്കി ഖിലാഫത്തിന്റെ ഓരോ വശങ്ങളും തകർന്നു തരിപ്പണമായി. ഖലീഫയെ നാടുകടത്തി. അദ്ദേഹം പാരീസിൽ അഭയം തേടി. അങ്ങനെ ലോക മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഐക്യത്തിന്റെ, യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ചിഹ്നമായിരുന്ന ഖിലാഫത്ത് തകർന്നു തരിപ്പണമാവുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു രാഷ്ട്രമാണ്, ഒരു സാമ്രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അതുവരെ നമുക്കറിയാവുന്നതുപോലെ കുരിശ് യുദ്ധങ്ങളുടെ ഒരു നാൾ വഴി ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കുരിശു പടയെ തോൽപ്പിച്ചുകൊണ്ട് ബൈത്തുൽ മഖ്ദിസ്, മസ്ജിദുൽ അഖ്സ വീണ്ടെടുത്ത ചരിത്ര സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കുരിശു പടയാളികൾ നടത്തിയ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ. ആ കാലഘട്ടത്തിൽ മസ്ജിദുൽ അഖ്സായുടെ വാതിൽ തുറന്നപ്പോൾ മുട്ടോളം രക്തം ഫലസ്തീനിന്റെ തെരുവിലൂടെ ഒഴുകി. അത്രയും ക്രൂരഹത്യകൾ, അത്രയും വലിയ നരഹത്യകൾ നടത്തി മുസ്ലിം ലോകത്ത് ഒരു ചേരിതിരിവുണ്ടാക്കുകയും അവരുടെ അധികാരവാഴ്ചക്ക് കോപ്പുകൂട്ടുകയും ചെയ്ത സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഇതിന്റെയൊക്കെ തുടർച്ചയാണ് ജോർജ് ഡബ്ല്യു ബുഷ് ഇറാഖിലേക്ക് നടത്തിയ യുദ്ധത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത് കുരിശ് യുദ്ധത്തിന്റെ തുടർച്ചയാണ് എന്നാണ്. കുരിശ് യുദ്ധത്തിന്റെ തുടർച്ച. പിന്നീട് അദ്ദേഹത്തെ തിരുത്തി. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു കുരിശ് യുദ്ധത്തിന്റെ രണ്ടാമത്തെ ഡിക്ലറേഷനായി. ന്യൂ വേൾഡ് ഓർഡർ എന്നാണ് അദ്ദേഹം. ഇതൊരു പുതിയ ലോകക്രമമാണ് എന്നാണ് പറയുന്നത്. അതായത് ശക്തൻ ദുർബലൻ അടിച്ചമർത്തുന്ന കോർപ്പറേറ്റുകൾ പാവപ്പെട്ട കർഷകരുടെ അന്നവും വിയർപ്പും വിലക്ക് വാങ്ങുന്ന, നമ്മുടെ റേഷൻ ഷാപ്പിൽ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നത് പോലെ മുഴുവൻ മനുഷ്യരും ഈ രാജ്യത്ത്, അംബാനിക്കും അദാനിക്കും ഈ രാജ്യത്തെ പാടങ്ങളും വിത്തുകളും തീറെഴുതിയാൽ അവരുടെ ഔദാര്യത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ഒരു ഗതികേട് വരുമെന്നും, അതുകൊണ്ട് ഈ രാജ്യത്തെ തീറെഴുതാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നടത്തുന്ന കർഷക പ്രക്ഷോഭം ഏതാണ്ട് 2021 ആയതൊരു യാദൃശ്ചികമല്ല. 2021 പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അതൊരു കർഷക പ്രക്ഷോഭം കൂടിയായിരുന്നു എന്നാണ്. അതൊരു കാർഷിക പ്രക്ഷോഭം മാത്രമായിരുന്നില്ല. അവിടെ അതിൽ വിശ്വാസം പ്രധാനപ്പെട്ട പങ്കാണ്, സ്വാതന്ത്ര്യബോധം പ്രധാനപ്പെട്ട പങ്കാണ്, ആത്മാഭിമാന ബോധം അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഈ സമരം നടന്നത്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ ചെറുത്തുനിൽപ്പാണ് ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ നടന്നത്. ഏറ്റവും വലിയ ജനകീയ ചെറുത്തുനിൽപ്പ് ചരിത്രത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പറയാറുണ്ട്. പട്ടാള ജനങ്ങളുടെ ഒരു പൊതുജന സംഘാടനത്തിൽ
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പാണ് മലബാറിൽ നടന്നത്. ജനങ്ങളാണ് അതിന്റെ സംഘാടകർ, ജനങ്ങളാണ് അതിന്റെ സൈനികർ, ജനങ്ങളാണ് അതിന്റെ നേതൃത്വത്തിലുള്ള സാധാരണക്കാരായ ഇവിടുത്തെ മാപ്പിള കുടിയാന്മാർ, കീഴാളരായ ജനവിഭാഗങ്ങൾ എല്ലാവരും സംഘടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരം. അപ്പൊ അത് കർഷക വിരുദ്ധ പ്രക്ഷോഭമാണ് എന്ന് നമ്മൾ തോന്നുന്നെങ്കിൽ ഇവിടുത്തെ ജന്മിമാരായ ആളുകളും ആ സമരത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഇവിടടുത്ത് ഒരുപാട് 10-17 മനകൾ പാണ്ടിക്കാട് ഭാഗങ്ങളിലുണ്ട്. ഈ മനകളിലെ പ്രധാനപ്പെട്ട അധിപന്മാരൊക്കെ 921 വാര്യംകുന്നത്തിന്റെയും ആലി മുസ്ലിയാരെയും സഹായിച്ച ആളുകളാണ്. പൂന്താനത്തെ രാമൻ നമ്പൂതിരി വാര്യംകുന്നത്തിനെയൊക്കെ സഹായിച്ചതിന്റെ പേരിൽ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവ് ബ്രിട്ടീഷുകാർ ഇറക്കിയ ആളാണ്. അപ്പോ അതുപോലെ MP നാരായണ മേനോൻ, കണ്ടിയാട് നാരായണ നമ്പീശൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ. അപ്പൊ യഥാർത്ഥത്തിൽ അതൊരു കർഷക സമരമായിരുന്നെങ്കിൽ ഭൂമി ധാരാളം ഉണ്ടായിരുന്ന കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും കാർഷിക വൃത്തിയുടെ ഒരു പ്രധാനപ്പെട്ട അധികാരം ഉണ്ടാവുകയും ചെയ്തിരുന്ന ജന്മിമാർ സമരത്തിൽ അണിനിരക്കില്ലായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു പ്യുവർ സ്വാതന്ത്ര്യ സമരമാണ്, സ്വാതന്ത്ര്യ പ്രക്ഷോഭമാണ്. ഈ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ക്രൂരമായ നീക്കങ്ങൾ നമുക്കറിയാവുന്നതാണ്. ക്രൂരമായ നീക്കങ്ങൾ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ട്. അതാണ് നാടുകടത്തൽ, ജയിൽവാസം, അറുകൊലകൾ. അതുപോലെ തന്നെ ആന്തമാനിലേക്ക് നാടുകടത്തിയതാണ് സാധാരണ നമ്മൾ പറയല്ല. ആസാമിലേക്ക് ഒക്കെ ബ്രിട്ടീഷ് പ്ലാന്ററ്റിലേക്ക് തേയിലത്തോട്ടങ്ങളിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി മലബാറിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മാപ്പിളമാരെ നാടുകടത്തിയിട്ടുണ്ട്. അതുപോലെ ആന്തമാനിലേക്ക് നാടുകടത്തിയിട്ടുണ്ട്. അപ്പൊ നാടുകടത്തൽ, ജയിൽവാസം, കൊലകൾ, ഇതിലൂടെ അതുപോലെ തന്നെ കരിനിയമങ്ങൾ. ഇപ്പൊ ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ അവർക്കെതിരെയുള്ള ശബ്ദങ്ങൾ അടിച്ചമർത്താൻ ഇന്ത്യയിലെ ജനാധിപത്യ രാഷ്ട്രത്തിൽ പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കരിനിയമങ്ങളാണ്. UAPA പോലെയുള്ള നിയമങ്ങൾ നമുക്കറിയാം. NIA പോലത്തെ നാഷണൽ അതോറിറ്റിയായ പോലീസുകാർക്കൊക്കെ എല്ലാ തലങ്ങളിലും സർവ്വസ്വതന്ത്ര അധികാരം നൽകുന്ന ബില്ലാണ് പാസ്സായത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പോലീസുകാരന് ഹെൽമറ്റ് ഇടാത്തവർ പിടിക്കാനും മാസ്ക് വെക്കാത്തവർക്ക് ഫൈൻ കൊടുക്കാനും മാത്രമേ ഇനി അധികാരമുള്ളൂ. ബാക്കിയുള്ള കേസുകളൊക്കെ NIA കൊണ്ടുപോകും. അത് NIAക്ക് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കാതെ കേസെടുക്കാം. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കാതെ NIAക്ക് ഇവിടുത്തെ ആളുകളെ പൊക്കിക്കൊണ്ടുപോകാം, ചോദ്യം ചെയ്യാം, കേസ് ചുമത്താം. ഈ അധികാരം പാസാക്കി, നമ്മളാരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ പല അധികാരങ്ങൾ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങൾ തകർക്കുന്ന, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ തകർക്കുന്ന, ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്ന വിദ്യാഭ്യാസ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ഇങ്ങനെ പല രീതിയിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും അതിന്റെ മൌലികതയും ഇല്ലായ്മ ചെയ്യുന്ന നിയമങ്ങൾ ഇന്ന് നമുക്ക് സുപരിചിതമാണ്. ഇതുപോലെയുള്ള നിയമങ്ങളിൽ മാപ്പിള ഔട്ട്റേജ് ആക്ട് എന്ന് പറയുന്നത് മാപ്പിളമാരെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളാണ്. അപ്പൊ നിയമങ്ങളിലൂടെ ഉന്മൂലനം ചെയ്യുക, അതുപോലെ തന്നെ അറുകൊലകളിലൂടെ ധാരാളക്കണക്കിന് മനുഷ്യർ, 10,000-കണക്കിന് മനുഷ്യർ മലബാറിൽ മരിച്ചു വീണിട്ടുണ്ട്. സ്ത്രീകളുണ്ടതിൽ, കുട്ടികളുണ്ടതിൽ, വൃദ്ധരുണ്ടതിൽ, ചെറുപ്പക്കാരുണ്ടതിൽ. ഇങ്ങനെ ഏത് പ്രായത്തിലുള്ള ആളുകൾ മാത്രമേ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റാത്ത അത്രയും ബഹുജനാടിത്തരത്തിലുള്ള ഒരു രക്തസാക്ഷിത്വ രീതി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ ധാരാളം സമരരംഗത്തുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുട്ടികൾ സമരരംഗത്തുണ്ടായിരുന്നു, അതുപോലെ ചെറുപ്പക്കാർ പിന്നെ പറയേണ്ടതില്ല. അപ്പൊ ഈ അർത്ഥത്തിലുള്ള ആളുകളൊക്കെ പല രീതിയിൽ, ഇപ്പോൾ ഉദാഹരണമായി മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ ആലി മുസ്ലിയാരെ പിടിച്ച് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ കച്ചവടം ചെയ്യുന്ന മാർക്കറ്റിലെ കച്ചവടക്കാർക്കെതിരെ വെടിവെച്ച് 80 ആളുകൾ ഒറ്റ സ്പോട്ടിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. 80 ആളുകൾ വേങ്ങര മാർക്കറ്റിൽ മാത്രം. ഇങ്ങനെ തുടങ്ങിയ അനേകം ക്രൂരഹത്യകളിലൂടെ ഉന്മൂലനം ചെയ്യാൻ നമ്മൾ സാധാരണ ചരിത്രത്തിൽ ഇതൊന്നും കണ്ടിട്ടില്ല. ചരിത്രം നമ്മൾ ഹിസ്റ്ററി നമ്മൾ പഠിച്ചവരാണ്. മാപ്പിള ലഹള എന്നാണ് സാധാരണ ഇതിന് പറയാം, ഇല്ലെങ്കിൽ മലബാർ ലഹള എന്ന് പറയാം. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയെ കുറിച്ച് 4-5 വരിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇത് കൊണ്ടുവന്നത്. അതിന്റെ മുമ്പ് അതുമില്ല. ഇങ്ങനെ ആലി മുസ്ലിയാരെ കുറിച്ചൊക്കെ 2-3 വരികൾ. അതേസമയം സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടില്ലാത്ത പല സംഭവങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ലേബലിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗിനേക്കാൾ 4 ഇരട്ടി മനുഷ്യന്മാർ ഇവിടെ നടന്ന പൂക്കോട്ടൂരും പാണ്ടിക്കാടുമൊക്കെ നടന്ന യുദ്ധങ്ങളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ യുദ്ധങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അധ്യായങ്ങളിൽ, ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ചരിത്രം എഴുതിയെടുത്ത് തന്നെ നമ്മുടെ തലമുറയോട് കടുത്ത അനീതിയാണ് നമ്മളെല്ലാവരും ചെയ്തത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ അറിയപ്പെട്ട ഏറ്റവും
വലിയ ജനകീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈറ്റില്ലമാണ് ഏറനാടും വെള്ളുവനാടും കോഴിക്കോട് താലൂക്കുകൾ എന്ന് പറയുന്നത്. കോഴിക്കോട് താലൂക്കിന്റെ നല്ലൊരു ഭാഗം, അതുപോലെ ഏറനാട് മുഴുവനായി വെള്ളുവനാടിന്റെ മുക്കാൽ ഭാഗവും ഒക്കെ പങ്കെടുത്ത ഒരു സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. മലബാറിലെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഈ 3 പ്രദേശങ്ങളാണ് കാര്യമായി അതിൽ പങ്കുവഹിച്ചിട്ടുള്ളത്. ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇതൊരു വംശീയ ലഹള, വർഗീയ ലഹളയായിരുന്നു എന്നാണ് ഇപ്പൊ സംഘപരിവാർ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ അത് രാജ്യദ്രോഹ കലാപമായിരുന്നു, അതുപോലെ തന്നെ അത് മാപ്പിള ലഹളയായിരുന്നു, വർഗീയ ലഹളയായിരുന്നു എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വർഗീയ ലഹളയാണോ എന്ന് പരിശോധിച്ചു നോക്കിയാൽ വർഗീയ ലഹളയിലെ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു അംശവും അതിലില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചില ഒറ്റപ്പെട്ട സ്ഖലിതങ്ങൾ ഏത് പ്രക്ഷോഭങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ ഇറക്കിയ പോരാട്ടത്തിനു വേണ്ടി ഇറക്കിയ മാർഗരേഖകൾ ഇന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഖിലാഫത്ത് രേഖ എഴുതിയത് തന്നെ മുസ്ലിമായ ആളായിരുന്നില്ല. ഈ രേഖ എഴുതി സൂക്ഷിച്ചത് വാര്യംകുന്നത്തിന്റെ വീട്ടിൽ അവസാനത്തെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മീറ്റിംഗ് ചേർന്നപ്പോ ഖിലാഫത്ത് മൂവ്മെന്റ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് 14 നിയമങ്ങൾ നമ്പറിട്ട് പറയുന്ന രേഖ യഥാർത്ഥത്തിൽ പുറത്ത് എഴുതി പ്രസിദ്ധീകരിച്ചത് മുസ്ലിമായ ഒരാളായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള ആളുകളെല്ലാം നമുക്കറിയാം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ സൈനിക ബലം എന്ന് പറയുന്നത് 14,000 മുതൽ 17,000 ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ 17 മുതൽ 20% വരെ മുസ്ലിങ്ങളായിരുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള മുസ്ലിം സമുദായവും മറ്റുള്ള ആളുകളും എല്ലാം ഒരുമിച്ച് ചേർന്ന് നടന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തെ കേവലമായ വർഗീയ ലഹളയായി ചുരുക്കുന്നതിൽ ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ലാഭങ്ങളുണ്ട്, നമുക്കത് കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് സംഘപരിവാർ ഇന്ന് യഥാർത്ഥത്തിൽ ഏറനാട്ടിലെയും വെള്ളുവനാട്ടിലെയും കോഴിക്കോട് താലൂക്കിലെയും ഒക്കെ അവരുടെ പുതിയ തലമുറയോട് പറയുന്നത് നിങ്ങൾ ഈ രാജ്യത്തോട് ദ്രോഹം ചെയ്തവരാണ് എന്നാണ്. നമുക്ക് പറയാനുള്ളത് തികഞ്ഞ രാജ്യസ്നേഹികളായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കൾ എന്ന് പറയുന്നത്. തികഞ്ഞ രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പോരാട്ടമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്കൊരു 10-40 അടി ഇവിടെ നിന്ന് ചോലക്കൽ നിന്ന് പാണ്ടിക്കാട് വരെ മാത്രം നടന്നാൽ നമുക്കൊരു 400 രക്തസാക്ഷികളുടെ പേര് പറയാൻ കഴിയും. അതാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ അടയാളങ്ങളിൽ ഈ രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷികളായ 400-ലധികം ആളുകളെ ഒരു 4 കിലോമീറ്റർ നടക്കുമ്പോൾ എണ്ണി പറയാൻ കഴിയുന്ന ഒരു സമുദായം. ആ സമുദായത്തോട് 400 കിലോമീറ്റർ നടന്നാലും ഈ രാജ്യത്തിന് വേണ്ടി ഒരു രക്തസാക്ഷിയുടെ പേര് പോലും പറയാൻ കഴിയാത്ത സംഘപരിവാറാണ് രാജ്യദ്രോഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെരുപ്പ് അവരുടെ ബ്രിട്ടീഷുകാരുടെ കാല് പിടിച്ച് കാല് നക്കിയിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ 3 തവണ തള്ളിപ്പറഞ്ഞവരാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് രൂപം നൽകിയ ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തെ വർഗീയവൽക്കരിക്കാൻ ദേശീയ ചരിത്രം എഴുതിയ ആളുകളും സംഘപരിവാർ അധിഷ്ഠിതമായ ചരിത്ര വീക്ഷണം വെച്ചു പുലർത്തുന്ന പണ്ഡിതന്മാരും ഒക്കെ ശ്രമിച്ചപ്പോ അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടത് ഈ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൌത്യമാണ്. ആ ദൌത്യം നിങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ ചരിത്രത്തിൽ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരായി നിങ്ങളുടെ പ്രപിതാക്കന്മാർ രാജ്യദ്രോഹികളായി ചരിത്ര രേഖകളിൽ വിശ്രമിക്കും. അതുകൊണ്ട് പിന്മടക്കമില്ലാത്ത ഒരു പോരാട്ടമാണ് ഈ ചരിത്ര രേഖയിൽ നമ്മൾ സമർപ്പിക്കേണ്ടത്. സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആലി മുസ്ലിയാർ അനുസ്മരണ സംഗമത്തിലൂടെ ഈ ചരിത്രത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവരുത് എന്ന് പലരും താല്പര്യപ്പെടുന്ന ചരിത്ര രേഖകളെ വിസ്മരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന ഉജ്ജ്വലമായ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചോലക്കൽ പണ്ടിക്ക നിസ്സാര നിങ്ങൾക്ക് എങ്ങനെ നോക്കി നിൽക്കാൻ കഴിയും? നിങ്ങളുടെ പ്രപിതാക്കന്മാരുടെ ഇടനെഞ്ച് കലക്കിയ വെടിയുണ്ടകൾക്ക് അധികം പഴക്കമില്ല എന്ന ചരിത്രബോധമെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു തലമുറ ഓർത്തില്ലെങ്കിൽ നിങ്ങളെയാണ് കാലം നിസ്സഹായതയുടെ ചവറ്റുകൊട്ടയിലേക്ക് ചവിട്ടിത്താട്ടുന്ന കാലം വിദൂരമല്ല എന്ന് പാലിക്കണം. കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ലക്ഷക്കണക്കിന് കർഷകർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് അന്നം നൽകുന്നവർ, ആ അന്നം നൽകുന്ന മനുഷ്യർ ഈ രാജ്യത്തെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരികളുടെ ചുറ്റുവട്ടങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് അവർ ഈ രാജ്യത്തിന്റെ കൊടും തണുപ്പിൽ കാവൽ നിൽക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യപ്പെടാതിരിക്കാൻ മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂടും ചൂരുമ വായിക്കുന്ന ഒരു ജനതയ്ക്ക് സാധ്യമല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പാരമ്പര്യം വിസ്മരിച്ചവരാണ്. നമ്മുടെ ആത്മാഭിമാന ബോധത്തെ സ്വന്തം രാഷ്ട്രീയങ്ങൾ
കാര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും പണത്തിനും വേണ്ടി അടിയറ വെച്ചവരാണ്. അതുകൊണ്ട് അടിയറ വെക്കാത്ത ആത്മാഭിമാനബോധം നിങ്ങൾക്ക് തലമുറകളായി കൈവന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ അനീതിക്കെതിരെയും നിങ്ങൾ സമരം ചെയ്യണം. പൗരത്വ സമരം എന്ന് പറയുന്നത് വാക്സിൻ നൽകിക്കഴിഞ്ഞാൽ ഞങ്ങളത് പൊടിതട്ടിയെടുക്കും എന്നാണ് ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി പറയുന്നത്. അത് സമ്മതിക്കില്ലെന്ന് പറയാൻ നിങ്ങൾ എന്ന് കൈയുയർത്തുന്നോ അന്നാണ് നിങ്ങളുടെ നാട്ടിൽ ആലി മുസ്ലിയാർ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ വാരിയുടെ നാടാണ് എന്ന് ഉറക്കെ പറയാൻ നമുക്ക് പോലും തന്റെ ഇടമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിന്മടക്കമില്ലാത്ത ഒരു പോരാട്ടം ഈ രാജ്യത്ത് അനീതിക്കെതിരെ നടത്താൻ നിങ്ങളുടെ കൈയുയരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് 921 100 വർഷം പിന്നിട്ട ചരിത്ര മഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് ഉറക്ക വാചാലമാകാൻ സാധ്യമാവുകയുള്ളൂ. അതാണ് ധാർമ്മികമായി ശരി എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നമുക്കറിയാവുന്നതുപോലെ മലബാർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു ആത്മീയ സാന്നിധ്യമാണ് അലി മുസ്ലിയാർ എന്ന് പറയുന്നത്. അലി മുസ്ലിയാരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. രണ്ടുപേരും അയൽപ്പക്കക്കാരാണ്. രണ്ടു ആളുകളുടെയും വീട് നിന്നിരുന്ന സ്ഥലം നമുക്കറിയാം, അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. തൊട്ട അയൽപ്പക്കക്കാരാണ്. ഒരേ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ കാരാട്ട് കുഞ്ഞിക്കമ്മുമല്ലയുടെ വിദ്യാഭ്യാസ ഓത്തുപള്ളിയിൽ പഠിച്ചു. ഇന്നത് വെള്ളുവനാട്ട് LP സ്കൂളായി മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എത്രയും ഒരേ സമയം പഠിച്ചു, ഒരേ അയൽവാസികളായി ഒരേ സ്വാതന്ത്ര്യ സമരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പങ്കെടുക്കുകയും ആലി മുസ്ലിയാരെ നേതാവായി അംഗീകരിക്കുകയും കിഴക്കൻ നാടിന്റെ ഒരു വലിയ ഭാഗവും വെള്ളുവനാടിന്റെ വലിയൊരു ഭാഗവും ആ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മൗലാന മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇതിഹാസങ്ങളായതുപോലെ രണ്ട് നാമങ്ങളാണ് ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത്. ഇവർ മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ട ആളുകൾ അവരോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിൽ വലിയ പങ്കുവഹിച്ച അനേകം മനുഷ്യരുടെ പേരുകൾ ബ്രിട്ടീഷ് രേഖകളിൽ നിന്ന് വിശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരുവട്ടം തെരഞ്ഞുപോയാൽ 3-4 തലമുറകൾക്കപ്പുറത്ത് നമ്മുടെ ഏതെങ്കിലും പിതാവിന്റെ അത്തികൂടം വിശ്രമിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ സമിതിയില്ലാതെ സമരം ചെയ്തതിന്റെ ഒരു ബാക്കിപത്രമാണ് എന്ന് നമുക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു വണ്ടി ഓടിക്കുമ്പോ നിങ്ങളൊരു ഗ്ലാസ്സിൽ പിന്നോട്ട് നോക്കിയാലാണ് വണ്ടി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതുപോലെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പിന്നോട്ട് നോക്കി പഠിച്ചാലല്ലാതെ മുന്നോട്ടൊരു സമുദായം എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരു ആത്മാഭിമാനത്തോടുകൂടി ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ധനമാണ്, ഊർജ്ജമാണ്. അതുകൊണ്ട് ആലി മുസ്ലിയാർ എന്ന പേര് നമുക്ക് കാലത്തിന്റെ ചുവരുകളിൽ മായാതെ സൃഷ്ടിക്കേണ്ട, നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം ആ വികാരം സൂക്ഷിച്ചു വെക്കേണ്ട ഒരു നാമമാണ്. നമുക്കറിയാവുന്നതുപോലെ ബ്രിട്ടീഷുകാര് ഇന്ത്യ രാജ്യത്ത് ഒരു സ്പെഷ്യൽ റെജിമെന്റിനെ ഇറക്കുകയാണ്, ഒരു സ്പെഷ്യൽ റെജിമെന്റിനെ ഉണ്ടാക്കുകയാണ്. ആ റെജിമെന്റ് അതാണ് ഇപ്പോൾ MSP എന്ന് പറയുന്നത്, മലബാർ സ്പെഷ്യൽ ഫോഴ്സ് പോലീസ്. നേരത്തത് മലബാർ സ്പെഷ്യൽ ഫോഴ്സ് ആയിരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പിടിക്കാൻ വേണ്ടി മാത്രം ബാറ്ററി സെൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തെ ബ്രിട്ടീഷുകാരെന്ന് പല രാജ്യങ്ങളിലേക്കും അധിനിവേശം ചെയ്താൻ വിന്യസിച്ച ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകം പിടിച്ചുകൊണ്ടുവന്ന് അവരെ എല്ലാവരെയും ഏറെ നാട്ടിൽ വിന്യസിക്കുകയാണ്. അത്ര പ്രഗത്ഭമായൊരു പോരാട്ടമായതുകൊണ്ടാണ് ഈജിപ്തിലും മറ്റൊക്കെ അവർ വിന്യസിച്ച സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു സെല്ല് അവരുണ്ടാക്കുന്നത്. അവർക്ക് സ്പെഷ്യൽ ടാർഗറ്റാണ് ഉണ്ടായിരുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പിടിക്കാത്തത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പിടിച്ചുകൊണ്ടുപോകുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു പോലീസ് ബറ്റാലിയൻ ഉണ്ടാക്കി. ഇപ്പൊ അത് MSP അതിന്റെ 100ാം വാർഷികാഘോഷിക്കാൻ MSP എന്ന് പറയുന്നത് യഥാർത്ഥ നമുക്ക് അവരോട് ഇപ്പോഴത്തെ MSPയോടുള്ള വിയോജിപ്പല്ല. MSP ചരിത്രത്തിൽ നിർവഹിച്ചത് അടിച്ചമർത്തലിന്റെ ഭരണകൂടത്തിന്റെ ഒരു കൈയാളുകളായിരുന്നു. ഭരണകൂടം നിരപരാധികളായ ആളുകളുടെ മേൽ വെടിയുതിർത്തപ്പോൾ അതിന്റെ കൈയാളുകളും പിണിയാളുകളുമായി വർദ്ധിച്ച ആളുകളാണ് അവർ ചരിത്രത്തിൽ. അതുകൊണ്ട് അവരുടെ രേഖകൾ പരിശോധിച്ചു നോക്കിയാൽ ബ്രിട്ടീഷ് അനുകൂല രേഖകളാണ്. അതിന്റെ 100ാം വാർഷികം അവർ അവകാശിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി രക്തവും വിയർപ്പും അധ്വാനമൊഴുക്കിയ ഒരു തലമുറ അവരുടെ ചരിത്രത്തെക്കുറിച്ച് സ്മരിക്കാനും ഓർക്കാനും സാധ്യമല്ല. നമുക്കൊക്കെ ഫുട്ബോൾ കളിക്കുന്നവരാണ്, ഫുട്ബോളിൽ വലിയ ആവേശമുള്ളവരാണ്. മലപ്പുറത്തുകാരൻ ഫുട്ബോളിന്റെ ആളുകളായി മാധ്യമങ്ങളൊക്കെ വാഴ്ത്തിക്കൊണ്ടിരിക്കാറുണ്ട് സാധാരണ.
പക്ഷേ നമ്മൾ ആലോചിക്കണം, പാണ്ടിക്കാടും പൂക്കോട്ടൂരുമെല്ലാം യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിലെ കൊടി ഇപ്പോഴും തൂങ്ങാറുണ്ട്. ഫുട്ബോൾ സീസൺ വന്നാൽ നമ്മൾ ആരെയാണ് ആട്ടിയോടിച്ചത് അവരുടെ കൊടി പല രീതികളിലായി നമ്മുടെ മസ്തിഷ്കങ്ങളിലൂടെ തൂങ്ങി അടിക്കളിക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പാരമ്പര്യവും സമര പോരാട്ടത്തെക്കുറിച്ചും പറയാനുള്ള ധാർമ്മികമായ യോഗ്യത നമുക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിവർന്നു നിൽക്കാൻ, വിശപ്പ് കാരണം നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്ത നമ്മുടെ വല്യപ്പമാർ, പ്രപിതാക്കന്മാർ, അവരെല്ലാവരും യഥാർത്ഥത്തിൽ അവരുടെ അന്നം അവരുടെ വയറ്റിലേക്ക് ചെല്ലാൻ കെൽപ്പില്ലാത്ത സമയത്തും നിവർന്നു നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് അവരുടെ ജീവൻ ബലികൊടുത്ത് ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രവാഹത്തെ തടഞ്ഞു നിർത്താൻ ചിറകെട്ടിയത് അവരുടെ ശരീരങ്ങളെ കൊണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ടാണ് 14 വയസ്സുകാരിയായ ചീരാന്തടി ഫാത്തിമ, അതുപോലെ തന്നെ തായുമ എന്ന് പറയുന്ന അറവങ്കര പാപ്പാട്ടുകളുടെ തായുമ എന്ന് പറയുന്ന ഉമ്മയുടെ ചരിത്രം തോമസ് മക്കെയിൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഉമ്മയുടെ പ്രത്യേകത? 2 മക്കളെ വിളിച്ചിട്ട് പറയാം, മക്കളെ നിങ്ങൾക്ക് ആയുധങ്ങൾ ഞാൻ തരാം, ആ വീട്ടിലുള്ള ആയുധങ്ങൾ കൊടുക്കുകയാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നിങ്ങൾ വരണം, എന്നിട്ട് നിങ്ങൾ രക്തസാക്ഷിയായി തിരിച്ചു വരണം. അതുപോലെ രക്തസാക്ഷികളാവാൻ വേണ്ടി അക്കാലഘട്ടത്തിൽ നേർച്ച ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. മക്കളെ രക്തസാക്ഷികളാകാൻ വേണ്ടി ചുവന്ന പട്ട് അരയിൽ ധരിച്ചു കൊടുക്കുമെന്നാണ്. അതിന്റെ അർത്ഥം മകൻ ഇനി തിരിച്ചു വരേണ്ടതാണ്. ഇങ്ങനെ 2 മക്കളുടെയും അരയിൽ ചുവന്ന പട്ട് കെട്ടിക്കൊടുത്ത് അവരെ നേർച്ചയാക്കുകയാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത് മക്കൾക്ക് യാത്രയപ്പ് നൽകുന്ന ഉമ്മമാർ. അങ്ങനെ ഒരാൾ രക്തസാക്ഷിയാവുകയും ഒരാൾ വെടിയേറ്റ് പരിക്ക് പറ്റി വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ആ വീട്ടിലെ കുട്ടി ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ എനിക്ക് രക്തസാക്ഷിയാവാൻ ഭാഗ്യം കിട്ടിയില്ല എന്നാണ്. ഉമ്മ കുട്ടിയെ സ്വീകരിക്കുന്ന ചരിത്രം നമുക്കറിയാം. ഈ ആത്മാഭിമാന ബോധമാണ് ബ്രിട്ടീഷുകാർക്ക് ലോകത്തവർ വികസിച്ച പല സൈന്യത്തെയും മലബാറിലേക്ക് കൊണ്ടുവരേണ്ടിവന്നത്. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ പിടികൂടാൻ വേണ്ടി ബ്രിട്ടീഷ് സമയം ചെയ്തിരിക്കുകയാണ്. ആലിമുസ്ലിയാരെയും സൈന്യത്തെയും പിടികൂടാൻ ആലിമുസ്ലിയാർ തീരുമാനിച്ചതുപോലെ ഒരു ഫസൽ പൂക്കോയ തങ്ങൾ നാടുവിടാൻ തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? മെമ്പറും ഫസൽ പൂക്കോയ തങ്ങൾ എങ്ങാനും പിടിക്കപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ നിരപരാധികളായ അനേകം മാപ്പിളമാരുടെ രക്തം മലബാറിന്റെ തെരുവിൽ ഒഴുകും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോ നാടുവിടാൻ സ്വമേധയാ അദ്ദേഹം മനസ്സിലാക്കുകയും അതിനുവേണ്ടി വളരെയധികം പ്രഷർ ചെലുത്തി ബ്രിട്ടീഷുകാര് ആ കാര്യം സാധിച്ചെടുക്കുകയും ചെയ്തു. ഇത് പള്ളിയിൽ വെച്ച് അദ്ദേഹം തീരുമാനിക്കുകയാണ്. തഹജ്ജുദ് നമസ്കരിച്ചു, സുബഹി നമസ്കാരം കഴിഞ്ഞ് ജമാഅത്തായി സുബഹി നമസ്കാരം കഴിഞ്ഞു, അല്പനേരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇതാ ഞാൻ കീഴടങ്ങാൻ പോവുകയാണ്. ഞാൻ കീഴടങ്ങിയില്ല എങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന നിരപരാധികളുടെ ചോര കൊണ്ട് ഈ തെരുവുകൾ ചുവക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഞാൻ കീഴടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പല ആളുകളും കീഴടങ്ങിയുള്ള പോരാടുക എന്ന ഓപ്ഷനിലെത്തി പല ആളുകളും പോരാടുകയും ചെയ്തു. ആലിമുസ്ലിയാർ ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴടങ്ങി. പക്ഷെ ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേങ്ങരയിൽ സംഭവിച്ചത്. ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെട്ട വ്യക്തിത്വമാണ് അലിമുസ്ലിയാര് കീഴടങ്ങാൻ തയ്യാറായപ്പോഴും ബ്രിട്ടീഷുകാര് നിരപരാധികളായ ആളുകളെ പിടിച്ചു കൊല്ലുകയാണ്. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരുന്ന സ്ഥലങ്ങളിലെ ഒട്ടുമിക്ക മാപ്പിള സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീണ്ടും അവർ അഗ്നിക്കിരയാക്കി പല ആളുകളെ വെടിവെച്ചു കൊണ്ടു. നിരവധി ആളുകൾ അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോയത്. അപ്പൊ അദ്ദേഹത്തിന് തൂക്കിൽ ഫെബ്രുവരി 17 അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയായിരുന്നു. തൂക്കിലേറ്റുന്നതിന് മുമ്പ് അദ്ദേഹം നിസ്കാരത്തിൽ മരണപ്പെട്ടിട്ടുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ തൂക്കിലേറ്റി, മരണപ്പെട്ടാലും തൂക്കിലേറ്റിയിട്ടുണ്ട്. അദ്ദേഹം തൂക്കിലേറ്റിയിട്ടാണ് കൊന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തില് മയ്യത്ത് കുളിപ്പിച്ച ആളുകളുടെ രേഖകളൊക്കെ ഉണ്ട്. കഴുത്തിൽ തൂക്കിലേറ്റിയ പാടുകൾ ഉണ്ടായിരുന്നു തന്നെയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ പിടിച്ചുകൊടുക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കരാറും ബ്രിട്ടീഷുകാർ പാലിക്കാതിരിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ അതിനെ ജ്വലിപ്പിച്ചു നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് അലിമുസ്ലിയാർ. അലിമുസ്ലിയാരുടെ സാന്നിധ്യമാണ്. അത് ആലിമുസ്ലിയാരും ആലിമുസ്ലിയാരുടെ ശിഷ്യന്മാരുമാണ് അക്കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ 3 താലൂക്കുകളിലും ഉണ്ടായിരുന്നത്.
കോഴിക്കോട് താലൂക്കിൽ പിലാക്കണ്ടി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് ആലി മുസ്ലിയാരുടെ ശിഷ്യനാണ്. അതുപോലെ ആലി മുസ്ലിയാരുടെ സഹപ്രവർത്തകർ ശിഷ്യന്മാരാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകസ്ഥാനത്തുണ്ടായിരുന്നത്. ആലി മുസ്ലിയാർ തിരൂരങ്ങാടി പള്ളി തെരഞ്ഞെടുത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പുഴ വഴി വരാം. കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് അദ്ദേഹത്തിന്റെ നെല്ലിക്കുത്ത ഈ വീട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കടലുണ്ടിപ്പുഴയുടെ അടുത്ത് തന്നെയാണ് ഈ പള്ളി. തോണി വഴിയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കണ്ണി വെട്ടിച്ച് ആ സമയത്ത് വീട്ടിലെത്തിയിരുന്നത്. അതുപോലെ തന്നെ വീട്ടിലെത്തി മക്കൾക്കൊക്കെ പലഹാരങ്ങളും മറ്റൊക്കെ സമ്മാനിച്ച് അവരോട് സംസാരിച്ച് തിരിച്ചു പോകാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകളുടെ മൊഴിയിൽ വാമൊഴി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പള്ളി തെരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകമായ ടാർഗറ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ തന്റെ പള്ളിയിൽ വരുന്ന മുഴുവൻ സമുദായക്കാരെയും സ്വീകരിച്ചിരുത്തുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് മസ്ലഹത്ത് രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്തിരുന്നത് അലി മുസ്ലിയാരായിരുന്നു. അദ്ദേഹത്തിന്റെ പള്ളിയിൽ പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ വരികയും അവരെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ സംഘടിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് മമ്പറം ഫസൽ പൂക്കോയ തങ്ങളെ പോലെ വഹിച്ചവരാണ് അലി മുസ്ലിയാർ. മമ്പറം ഫസൽ പൂക്കോയ തങ്ങൾ വിമോചനത്തിന്റെ ശബ്ദം ഈ കേരളത്തിന്റെ തെരുവിൽ മുഴക്കിയ പണ്ഡിതനാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ലോകത്ത് വിമോചനത്തിന്റെ ദർശനങ്ങളൊക്കെ ഉദയം ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ വിമോചന തത്വശാസ്ത്രത്തെ ജ്വലിപ്പിച്ച് ഈ തെരുവിൽ നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് മമ്പറം ഫസൽ പൂക്കോയ തങ്ങൾ. നിങ്ങൾ തമ്പ്രാൻ എന്ന് വിളിക്കരുത്, ഉയർന്ന ജാതിക്കാരനെ കൂടെ നടക്കുമ്പോൾ വഴിമാറി നടക്കരുത്, ഡിസ്റ്റൻസ് പാലിക്കരുത്, തലകുനിക്കരുത്, അതുപോലെ തന്നെ അവരുടെ എച്ചിൽ ഭക്ഷിക്കരുത് എന്ന് മമ്പുറം പള്ളിയിൽ ആഹ്വാനം ചെയ്ത ആളാണ് മമ്പറം ഫസൽ പൂക്കോയ തങ്ങൾ. മമ്പറം പള്ളിയിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന മുസ്ലിങ്ങളല്ലാത്ത പല സഹോദരന്മാരും ആ പള്ളിയിൽ അവിടുത്തെ ഹുതുബ കഴിഞ്ഞാൽ പ്രസംഗിക്കാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇടത്താവളങ്ങളായിരുന്നു അക്കാലഘട്ടത്തിലെ പള്ളി എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ പോർച്ചുഗീസുകാർ കേരളത്തിന്റെ തെരുവിൽ വന്നപ്പോ സാമൂതിരിയെ ഇമാമായി അംഗീകരിക്കണമെന്നും സാമൂതിരിയുടെ കൂടെ നിങ്ങൾ നിൽക്കണമെന്നും സാമൂതിരിയുടെ കരങ്ങൾക്ക് ശക്തി പകരൽ ഓരോരുത്തരുടെയും മതബാധ്യതയാണ് എന്നും ഈ രാജ്യത്തെ ഫത്വ കൊടുത്ത മതപണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്യാൻ സാമൂതിരിയുടെ കൂടെ നിൽക്കാൻ ആഹ്വാനം ചെയ്ത സൈനുദ്ദീൻ മഖ്ദൂം. അതുപോലെ തന്നെ അതിനദ്ദേഹം മതപണ്ഡിത ജിഹാദ് എന്നാണ് പറയുന്നത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മുസ്ലിമല്ലാത്ത സാമൂതിരിയാണ് എന്ന് ശക്തമായി വാദിച്ച മതപണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത്. അക്കാലത്തെ പൊന്നാനി പള്ളി പോർച്ചുഗീസ് സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ഇതിന്റെ ഒക്കെ തുടർച്ചയാണ് മതത്തെ പള്ളിമൂലകളിൽ ഒതുക്കാതെ മതത്തിന്റെ സാമൂഹികതയും വിമോചനപക്ഷത്തെയും തെരുവിൽ ജ്വലിപ്പിച്ചു നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകിയ ഒന്നാണ് 921 സമരങ്ങൾ എന്ന് പറയുന്നത്. മതപണ്ഡിതന്മാരാണ് നേതൃത്വം നൽകുന്നത്, മതപണ്ഡിതന്മാരാണ് പിക്കറ്റ് നടത്തുന്നത്. ആലി മുസ്ലിയാരാണ് കള്ളുഷാപ്പിനെതിരെ പിക്കറ്റ് നടത്തിയത്. തിരൂരങ്ങാടിയിലെ പല കള്ളുഷാപ്പും പിക്കറ്റ് നടത്തിയത് മുൻപന്തിയിൽ തന്റെ വടി പിടിച്ചു നിന്നിരുന്നത് ആലി മുസ്ലിയാരാണ്. സ്റ്റേഷൻ മാർച്ച് നടത്തിയിരുന്നത് ആലി മുസ്ലിയാരാണ്. തിരൂര് താലൂക്ക് ഓഫീസ് ഉപരോധിച്ചത് ആലി മുസ്ലിയാരാണ്. എങ്ങനെയാണ് പള്ളിയിൽ ദർശനം നടത്തുന്ന, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു മതപണ്ഡിതൻ പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും അതുപോലെ കള്ളുഷാപ്പ് പിക്കറ്റിംഗും നടത്തുന്ന ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ചുള്ളവരുടെ കാഴ്ചപ്പാട് കൂടി ഈ സമരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആരുടെ മുന്നിലും തലകുനിക്കില്ല. കോട്ടക്കുന്നിന്റെ തെരുവിൽ പ്രകമ്പനം കൊള്ളിച്ച് പറയുന്ന ധീരദേശാഭിമാനിയുടെ അലർച്ച 100 വർഷങ്ങൾക്കപ്പുറവും സ്വാതന്ത്ര്യ സമരദായികളുടെ കണ്ണിലും കാതിലും മനസ്സിലും മുഴങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തെ പാണ്ടിക്കാടുന്ന് അദ്ദേഹത്തെ ചോക്കാടുന്ന് പിടിച്ച് ചതിയിൽ കീഴ്പ്പെടുത്തി കാലിലും കൈയിലും തലയിലും ചങ്ങല വലിച്ച് താടി രോമങ്ങളെല്ലാം പിടിതെടുത്ത് മുഖത്തുനിന്ന് രക്തം പാർന്നു വലിച്ച അവസ്ഥയിൽ മഞ്ചേരിയിൽ കൊണ്ടുപോയി മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് അദ്ദേഹത്തെ നടത്തിയാണ് കൊണ്ടുപോയിരുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് ഏറനാട്ടിലെ മാപ്പിള സ്ത്രീകളെ പോലും പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന രംഗം. മഞ്ചേരി മുതൽ മലപ്പുറം വരെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പെരടിയിൽ ചങ്ങലയുണ്ട്. വളരെ സാഹസപ്പെട്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മുന്നിൽ മാത്രമേ തലകുനിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശം സാഹസപ്പെട്ട് അദ്ദേഹം നൽകുകയാണ്. കോട്ടക്കുന്നിൽ നമ്മളെല്ലാം വിനോദയാത്രയ്ക്ക് പോകുന്ന കോട്ടക്കുന്ന് മൈതാനിയില് ഇന്നും ആസ്തികൂടങ്ങളുണ്ട്, ഇന്നും ആചാരമുണ്ട്. മണ്ണിനോട് ചേർന്നുപോയ ധീരദേശാഭിമാനിയുടെ രക്തവും വിയർപ്പും ആ കോട്ടക്കുന്ന് മൈതാനിയിലുണ്ട്. അദ്ദേഹത്തെ വിചാരണ ചെയ്യുമ്പോ അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ സാധാരണ ആളുകളെ വെടിവെച്ച് കൊല്ലാറുമ്പോ കണ്ണുകെട്ടി
തലയുടെ പിൻഭാഗത്താണ് വെടിവെച്ചു കൊല്ലാറുള്ളത്. എന്നെ നിങ്ങൾ വെടിവെച്ചു കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ കണ്ണുകെട്ടരുത്, എന്നെ നെഞ്ചത്ത് വെടിവെക്കണം. മരിച്ചു വീഴുമ്പോ ഈ രാജ്യത്തിന്റെ മണ്ണ് ചുംബിച്ചു മരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് വെടിവെച്ച് ഈ മണ്ണ് ചുംബിച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹമടക്കം മാത്രമല്ല 255 വില്ലേജുകളുടെ അധികാരിയായിരുന്നു അദ്ദേഹം. പ്രത്യേക പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, സൈനികരുണ്ടായിരുന്നു, കോടതികളുണ്ടായിരുന്നു. ഈ സംവിധാനങ്ങളെല്ലാം നയിച്ച് ബ്രിട്ടീഷുകാര് 10-30 രാജ്യങ്ങളിൽ അധിനിവേശം ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രവേശനമില്ലാത്ത അവര് ധാരാളം രാജ്യങ്ങളിൽ, അതുകൊണ്ടാണ് നമ്മൾ അവരെ സൂര്യനെത്തി വെക്കാത്ത സാമ്രാജ്യം എന്ന് പറയുന്നത്. അവര് ഭരിച്ച രാജ്യങ്ങളിലൊന്നും അവർക്ക് പ്രവേശനമില്ലാത്ത കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാരന്റെ ഒരു സംസ്കാരത്തിനും ബ്രിട്ടീഷ് സൈന്യത്തിനും പ്രവേശനം നിഷേധിച്ച ലോക ചരിത്രത്തിൽ ഒറ്റ ദേശമേ ഉണ്ടായിട്ടുള്ളൂ. ഷഹീദ് വലിയ കുഞ്ഞാമദാജി നേതൃത്വം നൽകിയ ഏറനാട്ടിലെ ഗ്രാമങ്ങളാണ് ഈ രേഖകൾ മുഴുവൻ കത്തിച്ച് ചമ്പലാക്കി. അതുപോലെ തന്നെ അലി മുസ്ലിയാർ 13 ദിവസം ബ്രിട്ടീഷുകാർക്ക് പ്രവേശനം നൽകാതെ തിരൂരങ്ങാടി ആസ്ഥാനമാക്കി മറ്റൊരു രാജ്യമുണ്ടാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാരെ വെല്ലുവിളിപ്പിച്ച് വിറപ്പിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അലി മുസ്ലിയാരെ പിടികൂടി എന്ന് പറഞ്ഞപ്പോ വാര്യകുന്നത്ത് ആലക്കയത്തുനിന്ന് തിരൂരങ്ങാടി 6000 സൈനികരെയും കൊണ്ട് ഒരു മാർച്ച് നടത്തുന്നുണ്ട്. മലപ്പുറത്ത് വെച്ച് ആ സൈന്യത്തെ ബ്രിട്ടീഷുകാർ തടയുന്നുണ്ട്. ആലി മുസ്ലിം വാര്യകുന്നത്തിന്റെ സൈനിക ശക്തിയുടെ മുന്നിൽ സൈന്യം പേടിച്ചോടിയതിനെക്കുറിച്ച് അന്നത്തെ ലണ്ടൻ മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അന്ത്യം എന്നാണ് അതിനെക്കുറിച്ച് എഴുതിയത്. അത്രമേൽ രണോത്സുകമായ ഒരു പോരാട്ടത്തിന് അവരെ പ്രചോദനമാക്കി വർത്തിച്ചത് അവരുടെ വിശ്വാസമാണ്, അവരുടെ ആദർശമാണ്. നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അവരൊരുമിച്ച് അവരുടെ സഹോദരൻ മലബാർ സമരങ്ങളുടെ തുടക്കം തന്നെ മണ്ണാർക്കാട് പള്ളിക്കുറുപ്പാണ്. ആ സമരത്തിന്റെ ചരിത്രം എന്താണ്? വാര്യകുന്നത്തിന്റെ പിതാവിനെ നാട് കടത്തിയ പോരാട്ടമാണ് മണ്ണാർക്കാട് പോരാട്ടം. അറിയപ്പെട്ട മലബാറിലെ ഏറ്റവും ആദ്യത്തെ പോരാട്ടമാണ്. ഒരു ഹിന്ദു സ്ത്രീയുടെ മാനം ജന്മിമാരിൽ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ സവർണ ജന്മിമാര് ഈ ഹിന്ദു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞപ്പോ ആ ഹിന്ദു സ്ത്രീ വന്നത് പള്ളിയിലാണ്, അവിടുത്തെ ഇമാമിന്റെ അടുത്താണ്. എന്നെ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. അദ്ദേഹം അഭയം കൊടുക്കുകയാണ്. അഭയം കൊടുക്കുന്ന ചക്കിപ്പറമ്പൻ മൈദീൻകുട്ടി ഹാജി എന്ന് പറയുന്ന വാര്യത്തിന്റെ പിതാവിനെ വിളിക്കുകയാണ്. നീയും നിന്റെ ആളുകളെയും ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ മരിച്ചു വീണാലില്ലാതെ ഈ സഹോദരിയുടെ ദേഹത്ത് അവർ തൊടാൻ പാടില്ല. അങ്ങനെ ഒരു ഹിന്ദു സ്ത്രീക്ക് അഭയം കൊടുക്കാൻ വേണ്ടിയാണ് മലബാറിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടത്തിയെന്ന് ചരിത്രം പരിശോധിക്കണം. അതിനെ വർഗീയ ലഹള, മാപ്പിള ലഹള, കലാപം എന്നൊക്കെ ആര് വിശേഷിപ്പിച്ചാലും ശരി, ചരിത്രബോധ്യമുള്ള ആളുകൾ അതിന് സമ്മതിക്കാൻ പാടില്ല. ആ ഓർമ്മപ്പെടുത്തലാണ്, ആ ഓർമ്മകളാണ് ഇന്ന് ചോലക്കരങ്ങാടിയിലെ തെരുവിൽ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുടക്കുന്നത്. ചെഗുവേരയുടെ പടമൊട്ടിച്ച ടീഷർട്ടുകൾ നമ്മൾ ധരിക്കാറുണ്ട്. ചെഗുവേരയെ കുറിച്ച് ലോകത്തിന് ആരാധന തോന്നിയത് എന്നിന്റെ പേരിലാണ്. ബൊളീവിയൻ കാടുകളിൽ സാമ്രാജ്യത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ചെഗുവേര എന്ന് പറയുന്നത്. പക്ഷെ ചെഗുവേര സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനക്കാൾ ചെഗുവേര ഈ ബൊളീവിയൻ കാടുകളിൽ അതുപോലെ തന്നെ സാമ്രാജ്യത്തിനെതിരെ നടത്തിയ ഗർജനങ്ങളെക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ഗർജനമായിരുന്നു മലപ്പുറത്തെ കോട്ടക്കുന്നിൽ നിന്ന് സൂര്യനത്തമിക്കാത്ത സാമ്രാജ്യത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് അന്ന് വാര്യകുന്നത്ത് കുഞ്ഞാമദാജി നടത്തിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് ക്രൂരമായ പെരുമാറി സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ കബറിടങ്ങളെല്ലാം സന്ദർശിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാക്കി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, തോമസ് മെക്കൈൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കളക്ടർ ഈ മലബാറിലെ സ്ത്രീകളുടെ ധൈര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. മാളു ഹജുമ്മ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ വാളെടുത്ത് പോരാടിയ സ്ത്രീയാണ്. ചീരാൻകൊടി ഫാത്തിമ 14 വയസ്സുകാരി സ്വന്തം പിതാവിനെ ബ്രിട്ടീഷുകാര് വെടിവെച്ചു കൊല്ലാൻ വന്നപ്പോ പിതാവിന്റെ മുന്നിൽ പരിചയമായി നിന്ന് തുരുതുര വെടിയേറ്റ് രക്തസാക്ഷിയായ സ്ത്രീയാണ്. ഇങ്ങനെ അനേകം സ്ത്രീകൾ രക്തസാക്ഷികളായിട്ടുണ്ട്. ഈ മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ചരിത്ര രേഖകൾ നിങ്ങളൊരു ടെലസ്കോപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു ടെലസ്കോപ്പ് വെച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാലും ഈ പറഞ്ഞ പേരുകളൊന്നും അതിലില്ല. അതാരുടെ ആഗ്രഹമായാലും ചരിത്രബോധമുള്ള ആളുകളുടെ മനസ്സിൽ അവരെല്ലാം കിരീടം വെക്കാതെ വിശ്രമിക്കുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യ സമരം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. പൗരത്വ പ്രക്ഷോഭങ്ങൾ, ഡിറ്റൻഷൻ ക്യാമ്പുകൾ, അതുപോലെ തന്നെ കർഷക പ്രക്ഷോഭങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഇങ്ങനെ സംഘപരിവാർ ആസൂത്രണം ചെയ്യുന്ന വംശഹത്യകളുടെ തുടർച്ചകൾ ഇങ്ങനെ കണ്ണിമുറിയാതെ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ
ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രചോദനമാവാൻ നമുക്കെല്ലാം ഈ രാജ്യത്തെ നീതിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രചോദനമാകേണ്ട ഒരു അധ്യായമാണ് മലബാറിലെ 1921 സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഓർക്കുകയും സ്മരിക്കുകയും അതിനെ മനസ്സിലെത്തി വായിക്കുകയും നമ്മുടെയൊക്കെ പ്രപിതാക്കന്മാരുടെ കടപ്പാട് നിർവഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും നമ്മൾ വലിയ ആളുകളാണ്. വൈക്കം മുഹമ്മദ് ബഷീർ നമ്മളെ പരിഹസിച്ചിട്ടുണ്ട്. എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ആനന്ദൻ ഉപ്പാപ്പയിൽ നിന്ന് തഴമ്പ് പേരക്കുട്ടികളെ തപ്പി നോക്കുന്ന ആ ഒരു പരിഹാസതയിലേക്ക് മാറാതെ ഈ രാജ്യത്ത് അനീതി വിളയാടിക്കൊണ്ടിരിക്കുമ്പോ, സിംഹാസനത്തിൽ അനീതി കാവൽ നിൽക്കുമ്പോ അരുതെന്ന് പറയാൻ നിങ്ങളുടെ മനസ്സും കൈയും ഉയരുന്ന സന്ദർഭം 1921 പ്രചോദനമായി ആ അനീതിക്കെതിരെ നമ്മുടെയൊക്കെ പിതാക്കന്മാർ ഈ മലബാറിൽ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും, അതിൽ മതമുള്ളവരും മതമില്ലാത്തവരും ഹിന്ദുവും മുസ്ലിമും, നമുക്കറിയാം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി തന്റെ രാജ്യത്തിന്റെ പ്രഖ്യാപനം നിർവഹിക്കുന്നത് ആരുടെ തലയെടുത്തിട്ടാണ്? ഷേഖുട്ടി എന്ന് പറയുന്ന മുസ്ലിമായ മനുഷ്യന്റെ തലയെടുത്തുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് സമരത്തെ ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹം പ്രഖ്യാപിക്കാൻ ഇതൊരു ഹിന്ദു വിരുദ്ധ കലാപമല്ല, ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപമാണ്. ബ്രിട്ടീഷ് അനുകൂലികളും ബ്രിട്ടീഷ് വിരോധികളും തമ്മിലുള്ള സമരമാണ്. ആര് ബ്രിട്ടീഷുകാർ അനുകൂലിക്കുന്നോ അവർ ഹിന്ദുവായാലും മുസ്ലിമായാലും ഞങ്ങളുടെ പ്രതിയോഗികളാണ്. കാരണം അത് ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണ്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരാധ്യായമാണ് മലബാറിലെ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്, സമരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ ദേശങ്ങളിൽ വസിച്ചിരുന്ന ആ ധീരദേശാഭിമാനികളടക്കം നമ്മുടെയൊക്കെ നാട്ടിലെ നമ്മുടെ പരമ്പരകൾ പരിശോധിച്ചു നോക്കിയാൽ അനേകം മനുഷ്യരെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ചീരാന്തോണി ഫാത്തിമമാരുണ്ട്, അതുപോലെ മാളു ഹജ്ജുമാരുണ്ട്, തായ്മമാരുണ്ട്, അതുപോലെ അഹമ്മദ് കുട്ടിയുണ്ട്, ലവക്കുട്ടിയുണ്ട്, ആലി മുസ്ലിയാറുണ്ട്, വടക്ക് വീട്ടിൽ മുഹമ്മദുണ്ട്, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുണ്ട്. ഇങ്ങനെ പേര് പറഞ്ഞാൽ അനേകം മനുഷ്യരുടെ പേര് അവരുടെ ചോരയാണ്, അവരുടെ വിയർപ്പാണ്. അവർ ബ്രിട്ടീഷ് പ്രവാഹത്തെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ ഗോവയിൽ പോർച്ചുഗീസുകാർ അതിനുശേഷം അധിനിവേശം നടത്തിയപ്പോ ഗോവയിൽ ഒന്ന് സംഭവിച്ചു എന്ന് ഗോവയുടെ ചരിത്രം പരിശോധിച്ചറിയാം. അതുകൊണ്ട് നമ്മുടെയൊക്കെ പിതാക്കന്മാർ ദാരിദ്ര്യം കൊണ്ട് മുതുകു വളഞ്ഞാലും അഭിമാനം കൊണ്ട് മുതുകു നിവർത്തി സംസാരിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തിന് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന ബോധമെങ്കിലും നമുക്കുണ്ടാവണം. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ തിളക്കമാർന്ന അധ്യായമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ. ആര് ചരിത്രം പരിശോധിച്ചു നോക്കിയാലും ഇത്ര ബഹുജനങ്ങൾ അണിനിരന്ന ഒരു സമരം തന്നെ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചരിത്രത്തിന്റെ ഏറ്റവും അവസാന വരികളിൽ നിന്ന് പരാമർശം ചോദിച്ചാൽ അതിന് താല്പര്യങ്ങളുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അധിനിവേശകർ ഏത് താല്പര്യമാണോ ഇവിടെ സംരക്ഷിക്കണമെന്ന് വെച്ചുപുലർത്താൻ ആഗ്രഹിച്ചത്, ആ താല്പര്യങ്ങൾക്ക് അനുകൂലമായ ചരിത്രമെഴുത്താണ് പിൽക്കാലത്ത് നടന്നത്. അതുകൊണ്ട് പുതുതലമുറ അവൻ വാമൊഴിയായി സംസാരങ്ങളിലൂടെ, ചരിത്ര പാരായണങ്ങളിലൂടെ, ചരിത്ര സദസ്സുകളിലൂടെ ഈ പോരാട്ട വീരത്തെ സന്നിവേശിപ്പിക്കാനും ഈ പോരാട്ട വീരത്തെ പകർന്നു നൽകാനും വിന്യസിക്കാനുമുള്ള ഒരു തന്റേടം, ഒരു ആത്മാഭിമാന ബോധം നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതിന് ഈ സംഗമം പ്രചോദനമാകട്ടെ. ഷഹീദ് അലി മുസ്ലിയാർ, ഷഹീദ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി രക്തസാക്ഷികളാണവർ. ഈ രാജ്യത്തിനു വേണ്ടി, ഈ നാടിനു വേണ്ടി സർവോപരി മുസ്ലിം സമുദായത്തെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് കരിനിയമങ്ങളിലൂടെ വെടിവെച്ചു തള്ളുന്ന സന്ദർഭത്തിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത വാസ്കോഡഗാമ ഹജ്ജിന് പോകുന്ന കപ്പൽ കൊള്ളയടിച്ച് അവിടുത്തെ മനുഷ്യന്മാരെ, സ്ത്രീകളെയും പുരുഷന്മാരെയും വധിച്ച് അവരുടെ അവയവങ്ങൾ ഉപ്പിലിട്ട് സൃഷ്ടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എത്ര ആളെ കാണുമെന്ന് മനസ്സിലാവാൻ, അതുപോലെ തന്നെ അവരെ അയച്ച ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ, ഇത്ര ആളുകളെ കൊന്നിട്ടുണ്ട്, കാരണം ഇത്ര കൈയുണ്ട്, ഇത്ര ചെവിയുണ്ട് എന്ന് പറയാൻ, കൊന്ന മനുഷ്യൻ അവയവങ്ങൾ ഛേദിച്ചുകൊണ്ട് സൂക്ഷിച്ച ക്രൂരതയ്ക്ക് നേതൃത്വം മതബാധ്യതയാണ് എന്ന് ഫത്വ കൊടുത്ത് സാമൂതിരിയുടെ കരങ്ങൾക്ക് ശക്തി പകരൂ എന്ന് പറഞ്ഞ ഖാദി മുഹമ്മദും അതുപോലെ സയ്യിദുൽ മഖ്ദൂമും ആലി മുസ്ലിയാരും ബ്രിട്ടീഷുകാരുടെ ഭൂമിക്ക്, അള്ളാഹുവിന്റെ ഭൂമിക്ക് എന്തിനാണ് ബ്രിട്ടീഷുകാരുടെ നികുതി കൊടുക്കേണ്ടതെന്ന് മഹാത്മാഗാന്ധിയുടെ 100 വർഷങ്ങൾക്ക് മുമ്പ് നികുതി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അനൗൺസ് ചെയ്ത വെളിയങ്കോട് ഉമർ ഖാദിയും അടക്കമുള്ള ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് അനീതി വാഴുന്ന കാലത്ത് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.